പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യുകയോ അവരെ അറസ്റ്റ് ചെയ്യുന്നതോ SITയുടെ മീതെ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ട് വൈകിപ്പിക്കുകയാണോ? ഞങ്ങളത് രാഷ്ട്രീയാരോപണമായിട്ടല്ല ഉന്നയിച്ചു. SITയുടെ പ്രവർത്തനത്തിനൊരു മന്ദതയുണ്ടായി. ഞങ്ങൾ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി ശരിവെച്ചു. ഇപ്പം മനസ്സിലായല്ലോ, ഇത് വൈകിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്തത്, വളരെ രഹസ്യം. പിന്നീട് മാധ്യമപ്രവർത്തകരാണ് അത് പുറത്തു കൊണ്ടുവന്നത്. എന്തിനാ രഹസ്യ സ്വഭാവം? ഇവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ട ആളുകളുമാണ്. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ച് ഇതുവരെ ഒരു കോടതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് തെളിവ് ഹാജരാക്കിയില്ല. അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, മന്ത്രിയായിരുന്ന ഒരാളാണ്, നിരവധി പ്രാവശ്യം MLA ആയിരുന്ന ഒരാളാണ്, ഒരു കോടതിയുടെ, ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയർ പോലും അറിയാത്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ? കോടതിയിൽ കൊണ്ട് എനിക്കെതിരായി കൊടുത്തിരിക്കുന്ന കേസിൽ ഞാൻ എന്തുകൊണ്ട് തെളിവ് കൊടുത്തില്ല എന്നാണ് ചോദിക്കുന്നത്. കൊടുത്തിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് പോലുമില്ല കോടതിയിൽ. ഞാൻ കൊണ്ടുപോയി ഇത് എൻ്റെ കുറേ തെളിവുണ്ടെന്നും പറഞ്ഞൊരു സിവിൽ കോടതി കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ? അത് വെറുതെ പറയാനൊന്നും കയ്യിലില്ലാഞ്ഞിട്ട് വെറുതെ രാവിലെ ഇരുന്നിട്ട് പറയാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മന്ത്രിയായിരുന്ന ഒരാൾ, ഇത്രയും നാൾ MLA ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീജിയർ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആൾക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇവരെല്ലാം രക്ഷപ്പെടുത്തുകയാണ്. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഇപ്പം എത്ര CPM നേതാക്കൾ ജയിലിലായി, ഒരാൾക്കെതിരെ, അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിൻ്റെ പേരിൽ ജയിലിലായ ഒരാൾക്കെതിരെ പോലും ഇവർ നടപടിയെടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, സംരക്ഷിക്കുകയാണ് പാർട്ടി, സർക്കാർ കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ പുതിയതായി വെച്ചു, കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വെച്ചത്. പക്ഷേ കോടതി അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം 2 ഉയർന്ന IPS ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത CPM-കാരനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടിയാണ് CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പോൾ SITയിൽ വെച്ചിരിക്കുന്നത്. അത് SITയിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് ചോർത്തി കൊടുക്കാനാണ്. എന്താണ് അറിയുന്നത്? കാരണം SIT റിപ്പോർട്ട് കൊടുക്കുന്നത് കോടതിക്കാണ്, ഗവൺമെൻറ്റിനല്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അറസ്റ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യാനുള്ള മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചോർത്തി കൊടുക്കാൻ വേണ്ടി പാർട്ടി പക്ഷപാതികളായ, കടുത്ത CPM പക്ഷപാതികളായ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം ഈ SITയുടെ മീതെ ഉണ്ട്. അതാണ് യാഥാർത്ഥ്യം. MV ഗോവിന്ദൻ പ്രധാനമായും പറയുന്നത് കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം വന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇത്ര അസ്വസ്ഥത. ഏത് കോൺഗ്രസ് നേതാവിൻ്റെ അന്വേഷണം? അടൂർ പ്രകാശൻ എന്താ അന്വേഷിക്കുക? അടൂർ പ്രകാശൻ അന്ന് മന്ത്രിയായിരുന്നോ? ആരാ പറഞ്ഞ അടൂർ പ്രകാശിനെതിരെ അന്വേഷണം ഉണ്ടെന്ന്? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചു. ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് ആരാ വാർത്ത കൊടുത്ത്? പോലീസ് എന്തെങ്കിലും തെളിവെടുക്കാനോ മൊഴിയെടുക്കാനോ വിളിച്ചാൽ പോകും. അവർക്ക് ആർക്കാ പങ്ക്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, CPM നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരായിരിക്കുമ്പോൾ അവിടെ നടന്ന സ്വർണ്ണ കവർച്ചയിൽ ഏത് കോൺഗ്രസ്സാണ്? അതൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സ്വർണം കവർച്ച ചെയ്തത് CPM നേതാക്കളാണ്. വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അല്ല, ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ആ വാചകം ഇതുവരെ ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട്. അവർ കോടതി നിയമിച്ച ആളുകളാണ്. അവർ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല. ഞങ്ങളിത് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി ശരിവെച്ചിട്ടുണ്ട്. ഇത് CPM നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടന്ന കൊള്ളയാണ്. അതുകൊണ്ടാണ് ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും MV ഗോവിന്ദനും പിണറായി വിജയനും സംരക്ഷിക്കുന്നത്. കേട്ടുകേഴ്വിയുണ്ടോ? അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്കെതിരെ ഒരു നടപടി ഇപ്പോഴും പാർട്ടി നേതാക്കളാണ്.